അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹാബുസ്സുലാലിൻ്റെ വിശദീകരണങ്ങളിൽ രണ്ടാം ക്ലിപ്പാണിത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഖബറിലെ സുആലിനെ സംബന്ധിച്ചാണ്. സുആൽ, ഖബറിൽ വിചാരണ, ചോദ്യം ഉണ്ടെങ്കിൽ ആരോട്? സ്വഹീഹ് മുസ്ലിം, സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ ഇങ്ങനെ കാണാം: അനിൽ ബറാ ഇബ്നു ആസിബിൻ അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിമു ഇദാ സുഇല ഫിൽ ഖബരി, ഒരു മുസ്ലിം ഖബറിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ, യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആ ചോദ്യ സമയത്ത് അയാൾ അള്ളാഹുവിലും റസൂലിലും ഉള്ള വിശ്വാസം സാക്ഷ്യം വഹിക്കുകയും ചെയ്താൽ, ഫദാലിക ഖൗലുഹു തആല, അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞതിൻ്റെ സാരം. യുസബ്ബിതുല്ലാഹുൽ ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ എന്ന് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഖബറിലെ ചോദ്യത്തെ സംബന്ധിച്ചാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കുന്നു. അതിനാൽ ഖബറിൽ വിചാരണയും ചോദ്യം ചെയ്യലും ഉണ്ട്. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം: യുഖാലു ലഹു, ഖബറാളിയോട് ചോദ്യം ചെയ്യപ്പെടും, മർ റബ്ബുക, ആരടോ തൻ്റെ റബ്ബ്? ഫയഖൂലു, അയാൾ പറയും, റബ്ബി അല്ലാഹ് വ നബിയ്യി മുഹമ്മദുൻ എന്ന് അദ്ദേഹം പറയും. മറ്റൊരു റിവായത്തിൽ വൽ ഇസ്ലാമു ദീനി, അത് മസാബിഹിൽ വർധനവായി കൂട്ടിക്കൊടുത്തിരിക്കുന്നു, വൽ ഇസ്ലാമു ദീനി എന്നുകൂടി ജവാബിൽ ഉത്തരത്തിൽ പറയും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഖബറിൽ ചോദ്യം ചെയ്യലുണ്ട്. മുങ്കർ, നക്കീർ എന്നീ രണ്ട് മലക്കുകൾ വന്നുകൊണ്ടാണ് ചോദ്യം ചെയ്യുക. ഖബറാളിയെ എഴുന്നേൽപ്പിച്ച് ഇരുത്തും. അദ്ദേഹത്തിൻ്റെ ആത്മാവ് പിരിഞ്ഞതായ റൂഹിനെ ശരീരത്തിലേക്ക് മടക്കി ബഅദ റദ്ദി റൂഹിഹി ഇലൈഹി വ ജുലൂസിഹി, ഇരുത്തുകയും ചെയ്തതിനു ശേഷമാണ് ചോദ്യം ചെയ്യുക. അവിടെ മറ്റൊരഭിപ്രായം ഇരുത്തത്തിൻ്റെ രൂപത്തെ സംബന്ധിച്ചാണ്. ഖീല, പറയപ്പെട്ടിരിക്കുന്നു, മുഅ്തമിദൻ അലാ യദൈഹി, രണ്ട് കൈകളും താഴെ കുത്തിയിരുത്തിയാണ് ചോദിക്കുക. മായിലൻ ഇലാ ഖഫാഹു, പെരടിയുടെ ഭാഗത്തേക്ക് ചെരിച്ചിരുത്തിക്കൊണ്ട്. അപ്പോൾ ഫയുജീബു ബിമാ മാത അലൈഹി മിൻ ഈമാനിൻ ഔ കുഫ്രിൻ, ആ ഏതൊരു സ്വഭാവത്തിലാണ് അങ്ങേര് മരണപ്പെട്ടത്, ഈമാനിലായും കൊണ്ടാണോ കാഫറായും കൊണ്ടാണോ എന്നതിനെ സംബന്ധിച്ച് അയാൾ അതിനനുസരിച്ച് കൊണ്ട് മറുപടി പറയും. നല്ല മുഅ്മിനാണെങ്കിൽ നല്ല മറുപടി പറയും. കുഫറിലാണ് ജീവൻ പോയതെങ്കിൽ അതിൻ്റെ മറുപടി പറയും. ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് ആരോടാണ് ഈ ചോദ്യം ചെയ്യുന്നത് എന്നാണ്. ഉമ്മത്തുദ്ദഅവ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രബോധനം ആർക്കൊക്കെ ബാധകമാണോ അവരെല്ലാവരെയും വിചാരണ ചെയ്യപ്പെടും. ആ അടിസ്ഥാനത്തിൽ മുഅ്മിനീങ്ങളോട് ചോദ്യം ചെയ്യും, മുനാഫിക്കുകളായ കപടവിശ്വാസികളോട് ചോദ്യം ചെയ്യപ്പെടും, വിശ്വാസം ഇല്ലാത്ത നിരീശ്വരവാദികളായ അല്ലെങ്കിൽ സത്യനിഷേധികളായ കാഫറുകളോട് ചോദ്യം ചെയ്യപ്പെടും. പക്ഷേ ഇബ്നു അബ്ദുൽ ബർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ അഭിപ്രായത്തിൽ അവിശ്വാസികളോട് ചോദ്യം ചെയ്യപ്പെടുകയില്ല. കാരണം അവരെ ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ നരകത്തിലേക്ക് കടത്തുന്നതാണ് എന്ന്. പ്രബലമായ അഭിപ്രായപ്രകാരം ഹാഷിയത്തുൽ ബാജൂരി, ജൗഹറത്തു തൗഹീദിൻ്റെ ഹാഷിയായ ബാജൂരി 104 പേജിൽ പ്രബലമാക്കിയിട്ടുള്ളത് വൽ ജുംഹൂറു അലാ ഖിലാഫിഹി, അഥവാ അവിശ്വാസികളെ ഉൾപ്പെടെയുള്ളവരോട് വിചാരണ ചെയ്യപ്പെടും, ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. എന്നാൽ ഇനി മലക്കുകളോട് ചോദ്യമുണ്ടോ? മലക്കുകളോട് ചോദ്യമില്ല, അവർ പാപസുരക്ഷിതരായതുകൊണ്ട്. ജിന്നുകളോട് ചോദ്യമുണ്ടോ? ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം തൻ്റെ ഈ സുആൽ ബൈത്തിൽ തറപ്പിച്ചു പറയുന്നു, അവരോട് ചോദ്യം ചെയ്യലുണ്ട്. കാരണം അവർ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്, അള്ളാഹുവിൽ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ദഅവത്ത് അവർക്ക് എത്തിയിട്ടുണ്ടെന്ന് ഖുർആനും ഹദീസും സത്യസാക്ഷ്യം വഹിക്കുന്നത് കൊണ്ട് അവരോടും വിചാരണ ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ മനുഷ്യരിൽ വിഭാഗത്തിൽപ്പെട്ട സത്യവിശ്വാസികളോട്, കപടവിശ്വാസികളോട്, അവിശ്വാസികളോട് എല്ലാവരോടും ചോദ്യമുണ്ട്. ജിന്ന് വർഗത്തോട് ചോദ്യമുണ്ട്, മലക്കുകളോട് ചോദ്യമില്ല. എന്നാൽ ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു വർഗമുണ്ട്, യജൂജ് മഅജൂജ്, യഗോഗ് മഗോഗ് എന്ന് പറഞ്ഞ ഖിയാമത്ത് നാളിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള മറ്റൊരു വർഗം. അവരോട് ഖബറിൽ വിചാരണയും ചോദ്യവും ഉണ്ടോ? അവരോടും ഉണ്ട് എന്നാണ് പ്രബലമായ അഭിപ്രായം.
എന്തുകൊണ്ട്? ലിഅന്നഹും കുഫാറുൻ മിൻ ബനി ആദം, അവർ മനുഷ്യവർഗത്തിലെ തന്നെ ഒരു ഉപവിഭാഗമാണ്, അവർ അവിശ്വാസികളാണ്. വഖദ് സുഇല സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹും, അവരെ സംബന്ധിച്ച് നബിയോട് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹൽ ബലഗത്തുഹും ദഅവതുക യാ റസൂലല്ലാഹ്, ഓ റസൂലെ, താങ്കളുടെ ദഅവത്ത് യഅജൂജ് മഅജൂജ് എന്ന വിഭാഗത്തിന് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്തപ്പോൾ, അന്വേഷിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി ഖാല മറർതു ബിഹിം ലൈലത ഉസ്രിയ ബി, ഇസ്രാഇൻ്റെ രാത്രിയിൽ ഞാൻ ആ വിഭാഗത്തിൻ്റെ അടുത്ത് കൂടെ കടന്നുപോയപ്പോൾ ഫദഅഉതുഹും ഇലൽ ഇസ്ലാം, ഇസ്ലാം സ്വീകരിക്കാനും അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിക്കാനും ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ക്ഷണം അവർക്കെത്തിയിട്ടുണ്ട്. പക്ഷേ ഫഅബൗ, അവർ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അതിനാൽ ഫഹും മിൻ അഹ്ലിന്നാർ, അവർ നരകാവകാശികളാണ്. അവരോടും വിചാരണ ചെയ്യപ്പെടും, ചോദ്യം ഉണ്ട് എന്ന് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. മലക്കുകളോട് വിചാരണ ചെയ്യപ്പെടുകയില്ല. ഈ വിധത്തിൽ ഖബറിൽ സുആലുണ്ട്. ആ ചോദ്യം ചെയ്യപ്പെടുന്ന വിഭാഗക്കാർ ഈ പറയപ്പെട്ട ദഅവത്തിൻ്റെ വിഭാഗക്കാരാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.